യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഒരു അത്ഭുത വാക്യമുണ്ട്. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി. എങ്ങനെയാണത് സംഭവിക്കുവാൻ പോകുന്നത്? ദൈവപുത്രന്റെ ശബ്ദം മരിച്ചവർ കേൾക്കുവാനിടവരും. നിങ്ങൾ ആത്മാവിൽ മരിച്ചവരാകുന്നു എങ്കിൽ, നിങ്ങൾ കടഭാരത്തിൽ മരിച്ചവരാകുന്നു എങ്കിൽ, നിങ്ങൾ പാപത്തിൽ കുഴഞ്ഞു കിടക്കുന്നവരാകുന്നു എങ്കിൽ, നിങ്ങൾ രോഗത്തിൽ കുഴഞ്ഞു കിടക്കുന്നവരാകുന്നു എങ്കിൽ, അവിടെ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുവാൻ പോകുന്നത്? ദൈവപുത്രന്റെ വോയിസ്, ശബ്ദം, ദൈവപുത്രൻ പുറപ്പെടുവിക്കുന്ന ശബ്ദം നിങ്ങൾ കേട്ടാൽ കേൾക്കുന്ന മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുകയാണ്. നിങ്ങളിൽ തന്നെ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ തന്നെ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയുണ്ട്. ഈ പ്രകൃതിയിൽ നോക്കുകയാണെങ്കിൽ പ്രകൃതിയിൽ തന്നെ നമുക്ക് പലതിലും ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി കാണുവാൻ കഴിയുന്നു. ഒരു നെന്മണി നിങ്ങൾ എടുക്കുക. ആ നെന്മണി വളരെ ഫലം കായ്ക്കുന്ന നിലയിൽ വളർച്ച പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി തന്നെ അതിൽ വ്യാപരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ആ നെന്മണി മണ്ണിലിടുമ്പോൾ ആ മണ്ണിൽ കിടന്ന് അത് മരിച്ചതിന് ശേഷമാണ് ജീവിക്കുന്നത്. കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത്, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ആ നെന്മണി നമ്മുടെ നാട്ടിൽ നമുക്ക് പരിചിതമാകുന്ന ഒരു നെല്ലിന്റെ മണി, നെന്മണി. ആ നെന്മണി മണ്ണിലിടുമ്പോൾ അതിൽ സംഭവിക്കുന്നത്, ആ നെല്ലിന്റെ വിത്തിന് സംഭവിക്കുന്നത്, അത് ചാകുവാനിട വരുന്നു. ചത്തുകഴിയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ യഥാർത്ഥത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി തന്നെയാണ് അതിന് ജീവൻ കൊടുക്കുന്നത്. ആ ജീവൻ പ്രാപിച്ചത് വളരുമ്പോഴാണ് വിളവുണ്ടാകുന്നത്, വളരെ വിളവുണ്ടാകുന്നത്. നിങ്ങളുടെയും വ്യക്തിപരമാകുന്ന ജീവിതം ഉയർത്തെഴുന്നേൽപ്പിന്റെ ജീവനുള്ള, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയുള്ള ജീവിതമാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കുവാൻ കഴിയും. എങ്ങനെ നിങ്ങൾക്ക് പരിശോധിക്കുവാൻ കഴിയും? രണ്ടടയാളങ്ങൾ ഞാൻ പറയാം. നിങ്ങളുടെ ആത്മിക ജീവിതത്തിൽ നിങ്ങൾക്ക് വളർച്ചയുണ്ടോ? നിങ്ങളുടെ ആത്മിക ജീവിതത്തിൽ നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നവരാകുന്നുവോ? നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വളർച്ചയുണ്ടോ? നിങ്ങളുടെ ആരാധനയിൽ നിങ്ങൾക്ക് വളർച്ചയുണ്ടോ? നിങ്ങളുടെ സ്തുതിയിൽ നിങ്ങൾക്ക് വളർച്ചയുണ്ടോ? ദിവ്യ സ്വഭാവത്തിൽ നിങ്ങൾക്ക് വളർച്ചയുണ്ടോ? മാത്രവുമല്ല, നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നവരാകുന്നുവോ? ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഒരാളിൽ വ്യാപരിക്കുകയാണെങ്കിൽ ആ വ്യക്തി ആത്മീകമായി വളരുന്ന വ്യക്തിയായിരിക്കും. ആ വ്യക്തി ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായിരിക്കും. ഫലങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറയുമ്പോൾ പല വിശേഷണങ്ങൾ കർത്താവ് ചേർക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഫലങ്ങൾ എന്ന് പറയുന്നുണ്ട്, വളരെ ഫലങ്ങൾ എന്ന് പറയുന്നുണ്ട്, അധികം ഫലങ്ങൾ എന്ന് പറയുന്നുണ്ട്, നിറയെ ഫലങ്ങൾ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുകയാണെങ്കിൽ നിങ്ങൾ കേവലം ഫലങ്ങൾ മാത്രമല്ല പുറപ്പെടുവിക്കുവാൻ പോകുന്നത്, നിങ്ങൾ അധികം, വളരെയധികം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പോകുകയാണ്. നിങ്ങൾ നിറയെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരും. നിങ്ങൾ ഫലമുള്ളവരായി ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാനിടവരും. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി. ഉയർത്തെഴുന്നേറ്റിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ നീ ഉയർത്തെഴുന്നേൽക്കുക. പാപം വിട്ടു നീ ഉയർത്തെഴുന്നേൽക്കുക. രോഗം വിട്ടു നീ ഉയർത്തെഴുന്നേൽക്കുക. തകർച്ചകൾ വിട്ടു നീ ഉയർത്തെഴുന്നേൽക്കുക. കടബാധ്യതകൾ വിട്ടു നീ ഉയർത്തെഴുന്നേൽക്കുക. നിന്റെ നിരാശ വിട്ട് നീ ഉയർത്തെഴുന്നേൽക്കുക. നിന്റെ ആത്മഹത്യാ ചിന്തകൾ വിട്ട് നീ ഉയർത്തെഴുന്നേൽക്കുക. ദൈവപുത്രന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ കേൾക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ 3 ചരിത്രം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് പഠിക്കാം. അവിടേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഈ രാത്രിയിൽ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സന്ദർഭത്തിൽ അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനിടയായി. യഹൂദന്മാരുടെ ഇടയിലാണ് യേശു കടന്നു വന്നത്. യേശു യഹൂദനായിരുന്നു. യഹൂദന്മാരുടെ ഇടയിൽ കടന്നു വന്നാണ് യേശു ശുശ്രൂഷിച്ചത്. യഹൂദന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പൗലോസ് യഹൂദന്മാരെ കുറിച്ചും യവനന്മാരെ കുറിച്ചും പറയുന്നുണ്ട്. പൗലോസ് പറയുന്നത്, യവനന്മാരുടെ പ്രത്യേകത ഗ്രീക്കുകാർ, യവനായ ഭാഷ സംസാരിക്കുന്നവർ, അവരുടെ പ്രത്യേകത എന്താണ്? അവർ ജ്ഞാനം അന്വേഷിക്കുന്നവരാണ്. പക്ഷേ യഹൂദന്മാരുടെ പ്രത്യേകത എന്താണ്? യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നവരാണ്. യവനന്മാർ ജ്ഞാനവും യഹൂദന്മാർ അടയാളവും അന്വേഷിക്കുന്നു. യഹൂദന്റെ നടുവിൽ യേശു വന്നു കഴിഞ്ഞതിനാൽ, യേശു യഹൂദന്റെ നടുവിൽ ശുശ്രൂഷിച്ചതിനാൽ തന്റെ ശുശ്രൂഷയിൽ നിറഞ്ഞു നിന്ന അടയാളങ്ങളുടെ പരമ്പര തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ അടയാളങ്ങളിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള അടയാളങ്ങൾ മരിച്ചവരെ യേശു ഉയർത്തെഴുന്നേൽപ്പിക്കുവാനിടയായി.
അതിൽ 3 ഉയർത്തെഴുന്നേൽപ്പുകളുടെ ചരിത്രം ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. ഒന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഒന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പ് കാണുവാൻ കഴിയുന്നു. ലാസർ, മരിച്ച ലാസറിനെ യേശു ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. അവൻ മരിച്ചതിന് ശേഷം 4 ദിവസം കഴിഞ്ഞിരുന്നു. മരിച്ച 4 ദിവസം കഴിഞ്ഞിരുന്നു. സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളിൽ വേണമെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതമെന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയും. അതിലും വലിയ അത്ഭുതങ്ങളുണ്ട്. യേശുവിന്റെ കന്യകാജനനം എന്ന് പറയുന്ന ഒരു മഹാത്ഭുതമാണ്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് അതിലും വലിയൊരു അത്ഭുതമാണ്. ആ അത്ഭുതങ്ങളുടെ പട്ടികയിൽ യേശു ചെയ്ത ശുശ്രൂഷകളുടെ ഇടയിൽ നടന്ന വലിയ അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതമെന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയുന്നത് ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. അവൻ മരിച്ച് 4 ദിവസം കഴിഞ്ഞിരുന്നു. 4 ദിവസം ഒരു ഡെഡ് ബോഡി ഇരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാമല്ലോ. കഴിഞ്ഞ ചില നാളുകൾക്ക് മുന്നമേ അപ്പൻ മരിച്ച ഒരാൾ എന്നോട് പറയുവാനിടയായി. അപ്പൻ സൗദി അറേബ്യയിൽ കിടന്നാണ് മരിച്ചത്. പക്ഷേ ആ പെട്ടി പാക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ വേണ്ടവണ്ണം ഒന്നും പാക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ നാട്ടിൽ പെട്ടി എത്തിക്കഴിഞ്ഞപ്പോൾ ആർക്കും അടുക്കുവാൻ കഴിയുന്നില്ല. പെട്ടി തുറന്നതും ആർക്കും അടുക്കുവാൻ കഴിഞ്ഞില്ല. സ്വന്തം പുത്രൻ ഓടിപ്പോയി, മകൻ ഓടിപ്പോയി. അടുത്തു നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഡെഡ് ബോഡി, ചീഞ്ഞളിഞ്ഞ ഡെഡ് ബോഡിയുടെ ആ ദുർഗന്ധത്തിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ 4 ദിവസമായിരിക്കുന്ന ലാസറിന്റെ അവസ്ഥ എന്താണ്? ഒരിക്കലും ഇനി പ്രതീക്ഷിക്കുവാൻ ഒരു വകുപ്പുമില്ലാത്ത നിലയിൽ അവൻ ചീഞ്ഞളിഞ്ഞിരിക്കുന്നു. ആ ചീഞ്ഞളിഞ്ഞ അവസ്ഥയിൽ ഇനി എന്തെങ്കിലും പ്രതീക്ഷിക്കുവാനുണ്ടോ? അവർക്കുള്ള സന്ദേശമാണ്, നീ ചീഞ്ഞളിഞ്ഞ് ഇനിയും നിന്നെ കൊണ്ട് ഒരു നിലയിലും പ്രയോജനപ്പെടുകയില്ല എന്നുള്ള അവസ്ഥയിൽ നീ പോകുകയാണെങ്കിൽ പോലും യേശു നിന്നെ തേടി വരികയാണെങ്കിൽ നീ ഉയർത്തെഴുന്നേൽക്കും. പഴയതിലും ശക്തിയോടുകൂടെ നീ ഉയർത്തെഴുന്നേൽക്കും. നിന്റെ ഒരു സെല്ലിന് പോലും കേടുവരികയില്ല. നിന്റെ ഒരു നാഡീ ഞരമ്പിന് പോലും കേടുവരികയില്ല. നിന്റെ ചീഞ്ഞളിഞ്ഞ സകല മസിലുകളും അതാത് സ്ഥാനത്തും മടങ്ങി വരുവാനിടവരും. അതാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി എന്ന് പറയുന്നത്. യേശു ആ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. 4-ാം ദിവസമാണ് യേശു കടന്നു വരുന്നത്. യേശു കടന്നു വരുന്ന സന്ദർഭത്തിൽ യേശുവിനെ സ്വാഗതം ചെയ്യുന്നത് മാർത്തയാണ്. മാർത്ത വന്ന് യേശുവിന്റെ അരികിൽ വന്നിട്ട് ദുഃഖത്തോടുകൂടെ പറയുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ സൗഖ്യമാകുമായിരുന്നു, അവൻ മരിക്കില്ലായിരുന്നു. മാർത്ത പറയുന്നതിന്റെ അർത്ഥം എന്താണ്? മാർത്ത പറയുന്നതിന്റെ അർത്ഥം യേശുവിന് എന്തിനുള്ള പ്രാപ്തിയുണ്ട്? രോഗികളെ സൗഖ്യമാക്കുവാനുള്ള പ്രാപ്തി യേശുവിനുണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ മരിക്കുമായിരുന്നില്ല, നീ അവന്റെ രോഗത്തെ സൗഖ്യമാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ മരിച്ചിരിക്കുകയാണല്ലോ. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് മാർത്ത യേശുവിനോട് പ്രതികരിക്കുന്നത്. എന്നാൽ യേശു അവളോട് പറഞ്ഞു, മാർത്തയെ, ഇനിയും ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരവസ്ഥ, അങ്ങനെയുള്ള ഒരു പ്രസ്താവന അവൾ നടത്തുമ്പോൾ യേശു അതിന് പറയുന്ന മറുപടി എന്ന് പറയുന്നത്, അവൻ ഉയർത്തെഴുന്നേൽക്കും. യേശു നേരെ അവളോട് പറയുകയാണ്, അവൻ ഉയർത്തെഴുന്നേൽക്കും. യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാർത്തയ്ക്ക് മനസ്സിലായി യേശുവിനൊരു സെന്റൻസ് മേക്കിങ്ങിൽ തെറ്റുപറ്റിയിരിക്കുകയാണ്. യേശു അവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന സെന്റൻസിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയി. ഉയർത്തെഴുന്നേൽക്കുമെന്ന് മാത്രമാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മാർത്ത യേശുവിനെ സഹായിച്ചു. യേശുവേ, സെന്റൻസിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാൻ ഒരു വാക്കുകൂടെ ചേർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാണ് അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നത്? പുനരുത്ഥാന നാളിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു. മാർത്ത പറയുന്നത് എന്താണ്? ശരിയാണ്, അവൻ ഉയർത്തെഴുന്നേൽക്കും, ശരിയാണ്, അവൻ സൗഖ്യമാകും, ശരിയാണ്, അവന് വിടുതൽ സംഭവിക്കും. പക്ഷെ എന്നാണ് സംഭവിക്കുവാൻ പോകുന്നത്? നടക്കുവാനുള്ള വിടുതലും നടക്കുവാനുള്ള ഉയർത്തെഴുന്നേൽപ്പും 1000 വർഷങ്ങൾ മുന്നിലേക്ക് അവൾ നീക്കിവെക്കുകയാണ്. പുനരുത്ഥാന നാളിലാണ് അത് സംഭവിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ വിടുതൽ അടുത്ത 10 വർഷത്തേക്ക് നിങ്ങൾ നീക്കിവെക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? നടക്കുകയില്ല എന്ന് കരുതി നിങ്ങൾ മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ മാർത്തയുടെ അരികിൽ നിന്നുകൊണ്ട് മാർത്തയോട് മറുപടി പറഞ്ഞ യേശുവിന്റെ മറുപടി നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശു അവളെ നോക്കിയിട്ട് പറഞ്ഞു, അവൾ യേശുവിന്റെ സെന്റൻസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുനരുത്ഥാന നാളിൽ ലാസർ ഉയർത്തെഴുന്നേൽക്കും. തെറ്റുപറ്റിയ യേശുവിന്റെ സെന്റൻസ് കറക്റ്റ് ചെയ്യുമ്പോൾ യേശു അവളോട് പറയുവാൻ ഇടയായി, നീ എന്താ പറഞ്ഞത്? പുനരുത്ഥാന നാളിലാണോ അവൻ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നാണോ നീ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ വ്യക്തമാക്കി തരികയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ആരാണ് പുനരുത്ഥാനവും ജീവനും? മാർത്തേ, നീ പുനരുത്ഥാന നാളിലേക്ക് ഇവന്റെ വിടുതലും ഉയർത്തെഴുന്നേൽപ്പും നീ മാറ്റിവെക്കുകയാണ് എങ്കിൽ നിന്റെ മുൻപിൽ നിൽക്കുന്നവനാ പുനരുത്ഥാനം.
നാളെയല്ല പുനരുത്ഥാനം, അടുത്ത വർഷമല്ല പുനരുത്ഥാനം, 2000 വർഷം കഴിഞ്ഞിട്ടല്ല പുനരുത്ഥാനം. പുനരുത്ഥാനമായവൻ നിന്റെ മുൻപിൽ നിൽക്കുകയാണ്. ഇന്ന് നീ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് ഇവിടെ വച്ച് ഉയർത്തെഴുന്നേൽപ്പ് നടക്കുവാൻ പോകുന്നു. ഇന്ന് നീ വിശ്വസിക്കുകയാണെങ്കിൽ ഇവിടെ വച്ച് ഇപ്പോൾ തന്നെ നിന്റെ മേൽ അത്ഭുത സൗഖ്യം, അത്ഭുത വിടുതൽ സംഭവിക്കുവാൻ പോകുകയാണ്. ഒരിക്കലും പുറത്തു വരികയില്ലെന്ന് പറയുന്ന നീ പുറത്തു വരാൻ പോകുകയാണ്. യേശു പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ഇന്ന് രാത്രി യേശു ഇവിടെ വരികയാണ് എങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നവരും യേശുവിന്റെ വചനം അനുസരിക്കുന്നവരുമാകുന്നുവെങ്കിൽ മരണം കാണാതെ നിങ്ങൾ എടുക്കപ്പെടുവാൻ പോകുകയാണ്. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഇത് യേശുവിന്റെ അവകാശവാദങ്ങളാണ്. യേശു ബൈബിളിൽ നടത്തുന്ന ഒത്തിരി അവകാശവാദങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, രാഷ്ട്രീയക്കാർ അവകാശവാദങ്ങൾ നടത്താറുണ്ട്, രാഷ്ട്രീയക്കാർ പല വാഗ്ദാനങ്ങളും നടത്താറുണ്ട്. പക്ഷേ അവർക്ക് ആ അവകാശവാദങ്ങൾ തെളിയിക്കുവാനോ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുവാനോ കഴിയാതെ പോകുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ അവകാശവാദങ്ങളെല്ലാം യേശു ക്രിസ്തു തെളിയിച്ചു. യേശു ക്രിസ്തു പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം യേശു ക്രിസ്തു നിവർത്തിച്ചു. ഇന്ന് രാത്രിയിലും നിങ്ങളോടൊരു വാഗ്ദാനം അവിടുന്ന് പറയുകയാണെങ്കിൽ അവിടുന്ന് അത് നിവർത്തിച്ചിരിക്കും. Praise the Lord. ഒരു വാക്ക് നിനക്ക് കിട്ടിയാൽ മതി. ആ ഒരൊറ്റ വാക്കിൽ നീ കയറി പിടിച്ചു കഴിഞ്ഞാൽ ആ വാഗ്ദാനം നിവർത്തിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഓ യെസ്, യേശുവിന്റെ വാഗ്ദാനങ്ങൾ ശ്രദ്ധിക്കുക, യേശുവിന്റെ അവകാശവാദങ്ങൾ ശ്രദ്ധിക്കുക. യോഹന്നാൻ 14 യേശുക്രിസ്തുവിന്റെ ഒരു അവകാശവാദമാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. വളരെ വ്യക്തമായി കർത്താവ് അത് തെളിയിച്ചില്ലേ? അവിടുന്ന് തന്നെയാണ് വഴി. സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഏക വഴി, ഏക മാർഗം യേശുവാണ്. പൂടനാട് സ്വദേശികൾ അത് കേട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ വളരെ ശക്തിയോടുകൂടെ അടിവരയിട്ട് നാട്ടിലുള്ളവരെ അറിയിക്കുകയാണ് ഈ ബൈബിൾ സത്യം. ഏക മാർഗം, സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഏക മാർഗം, മരണത്തിനപ്പുറമുള്ള നിത്യത സ്വന്തമാക്കുവാനുള്ള ഏക മാർഗം, ദൈവത്തോടുകൂടെ യുഗായുഗങ്ങൾ വസിക്കുവാനുള്ള ഏക മാർഗം, അതൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേര് യേശു. യേശു എന്നാകുന്നു അവിടുത്തെ പേര്. അവിടുന്ന് വഴിയും സത്യവും ജീവനുമാകുന്നു. ഇതിന് നടുവിൽ ആരെങ്കിലും ചലിക്കുന്നവരുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന വചനങ്ങൾ കേൾക്കുമ്പോൾ ഒരു ജീവൻ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. നിങ്ങളുടെ ഉള്ളിൽ ജീവനുള്ള ഒരുവനുണ്ട്, അവൻ നിന്നെ ചലിപ്പിക്കുവാൻ ഇടവരും. ഈ ജീവനുള്ള വചനം കേൾക്കുമ്പോൾ നിനക്ക് വെറുതെ ഇരിക്കുവാൻ കഴിയില്ല. നിന്റെ ഉള്ളിൽ ജീവനുള്ളവൻ നിന്നെ ചലിപ്പിക്കുവാൻ ഇടവരും. അവിടുന്ന് ജീവനാകുന്നു, അവിടുന്ന് സത്യമാകുന്നു. അവിടുന്ന് നടത്തിയ ആ അവകാശവാദം അവിടുന്ന് തെളിയിച്ചു. യേശുക്രിസ്തു നടത്തുന്ന മറ്റ് അവകാശവാദങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു നടത്തുന്ന അവകാശവാദമാണ്, ഞാൻ വാതിലാകുന്നു. സ്വർഗത്തിലേക്കുള്ള വാതിൽ യേശുക്രിസ്തുവാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം, അവിടെ യേശുക്രിസ്തു നടത്തുന്ന അവകാശവാദമാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പ്രിയമുള്ളവരെ, സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും ഈ പ്രപഞ്ചത്തിലുള്ള സകല നക്ഷത്രങ്ങളെക്കാളും പ്രകാശമുള്ളവൻ എന്റെ യേശുവാണ്. അവിടുന്നാണ് ഈ പ്രകാശഗോളങ്ങൾക്കെല്ലാം പ്രകാശം കൊടുത്തിരിക്കുന്നത്. അവിടുന്നാണ് ഈ പ്രകാശഗോളങ്ങളെയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടുന്ന് ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ലോകത്തിന്റെ വെളിച്ചമാകുന്നവൻ നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിനക്കിനി ഇരുട്ടിൽ തപ്പിത്തടയേണ്ട കാര്യമില്ല. നീ വെളിച്ചത്തിൽ തന്നെ നടക്കുവാൻ പോകുകയാണ്. നീ മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുവാൻ പോകുകയാണ്. ലോകത്തിന്റെ വെളിച്ചമാകുന്നു യേശു ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അവിടുന്ന് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയന്റെ പ്രത്യേകത എന്താണ്? നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ആ അവകാശവാദം കർത്താവ് തെളിയിച്ചില്ലേ? തെളിയിച്ചു. 2000 വർഷങ്ങൾക്ക് മുന്നമേ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന് ചങ്കിലെ അവസാന തുള്ളി രക്തവും ചൊരിഞ്ഞ് തന്റെ ആടുകൾക്ക് വേണ്ടി താൻ ജീവനെ കൊടുത്തു. മനുഷ്യകുലത്തിന് വേണ്ടിയെല്ലാം യേശു തന്റെ ജീവനെ കൊടുക്കുവാനിടയായി. ഒരു മനുഷ്യകുലത്തിനു വേണ്ടി മുഴുവൻ പാപപരിഹാര യാഗമായി തീർന്നു. ആ ചരിത്രമാണ് യേശുവിന്റെ ചരിത്രം എന്ന് പറയുന്നത്. വേറൊരു വ്യക്തിയെ പോലും സഹായിക്കുവാൻ മനുഷ്യർക്ക് കഴിയാതിരിക്കുമ്പോൾ, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പോലും ഒരു വേദന അനുഭവിക്കുവാൻ സാധാരണ മനുഷ്യന് കഴിയാതിരിക്കുമ്പോൾ, മാനവകുലത്തിനു വേണ്ടിയെല്ലാം പരമയാഗമായി തീർന്നവനാണ് എന്റെ പ്രഭു. ആമേൻ. ആ പ്രഭുവിനെയാണ് ഞാൻ ഇന്ന് രാത്രി വിളിച്ചറിയിക്കുന്നത്. അവന്റെ പേര് യേശു എന്നാണ്.
യേശു നടത്തിയ അവകാശവാദങ്ങൾ ഓരോന്നും യേശു തെളിയിക്കുവാനിടയായി. യേശു അവകാശവാദങ്ങൾ നടത്തി വരുമ്പോൾ 11-ാമത്തെ അധ്യായത്തിൽ നടത്തുന്ന അവകാശവാദമാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. പ്രിയമുള്ളവരെ, അടുത്ത അധ്യായം വരെ കാത്തിരിക്കേണ്ടതായിട്ട് വന്നില്ല. ആ അധ്യായത്തിൽ തന്നെ യേശു അത് തെളിവ് കൊടുക്കുവാനിടയായി. മരിച്ചു 4 ദിവസം കഴിഞ്ഞ ലാസറിന്റെ കല്ലറയുടെ അരികിൽ ചെന്നതിന് ശേഷം തുറക്കപ്പെട്ട കല്ലറയിലേക്ക് നോക്കിയിട്ട് യേശു വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ചിലരെ നോക്കി കർത്താവ് അവരുടെ പേര് ചൊല്ലി വിളിക്കുവാനിട വരട്ടെ. വിജയലക്ഷ്മി, നീ പുറത്തു വരിക. രതീഷ്, നീ പുറത്തു വരിക. നീ കിടക്കുന്ന ഇടത്തല്ല നീ കിടക്കേണ്ടത്. നിന്നെ യേശു പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ പേർ നീ കേൾക്കുവാനിട വരട്ടെ. നിന്നെ പേർ ചൊല്ലി കർത്താവ് വിളിക്കുവാനിട വരട്ടെ. ലാസറേ പുറത്തു വരിക. ആ അധ്യായത്തിൽ തന്നെ കർത്താവ് പറഞ്ഞ ആ വാഗ്ദാനം, ആ അവകാശവാദം തെളിയിക്കുവാനിടയായി. താൻ പുനരുത്ഥാനമാകുന്നു എന്ന് തെളിയിച്ച് മരിച്ച ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പ്രിയമുള്ളവരെ, അതിന് സമാനമാകുന്ന കല്ലറകളിൽ നിങ്ങൾ കിടക്കുകയാണെങ്കിൽ നിങ്ങളെ അവിടെ തുടരുവാൻ അനുവദിക്കാത്ത ദൈവശബ്ദമാണ് ഞാൻ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ കിടക്കേണ്ട കാര്യമില്ല. കല്ലറയുടെ പ്രത്യേകത, കല്ലറ എന്ന് പറയുന്നത് വേണമെങ്കിൽ അതിനെ ഒരു തടവറയായി നമുക്ക് ചിത്രീകരിക്കുവാൻ കഴിയും. യിശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ മാനിഫെസ്റ്റോ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ മാനിഫെസ്റ്റോയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്, തടവറയിൽ കിടക്കുന്നവർക്ക് കർത്താവ് വിടുതൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നോക്കുക, വിടുതൽ എന്ന വാക്ക് ഞങ്ങളെ പോലെ പ്രഭാഷണം നടത്തുന്ന, ബൈബിൾ പ്രഭാഷണം നടത്തുന്നവർ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് വിടുതൽ എന്ന വാക്ക്. വിടുതൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു സേവ് someone from a painful or bad experience. വേദന അനുഭവിക്കുന്ന ഒരവസ്ഥയിൽ നിന്നോ തിന്മ നിറഞ്ഞ ഒരവസ്ഥയിൽ നിന്നോ ഒരു വ്യക്തിയെ രക്ഷിക്കുന്നതിനാണ് വിടുതൽ എന്ന് പറയുന്നത്. നീ അനുഭവിക്കുന്ന രോഗമെന്ന് പറയുന്നത് അത് നല്ല സുഖമുള്ള ഒരവസ്ഥയല്ല. നീ വേദന അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. നിന്നെ അവിടെ ഉപേക്ഷിക്കാൻ യേശു ആഗ്രഹിക്കുന്നില്ല. അവിടെ നിന്ന് നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നീ ആയിരിക്കുന്ന മദ്യപാനത്തിന്റെ തടവറ എന്ന് പറയുന്നത് അതൊരു നല്ല ഇടമല്ല. അത് തിന്മ നിറഞ്ഞ ഇടമാണ്, ദുരാത്മാക്കളുള്ള ഇടമാണ്, അശുദ്ധിയുള്ള ഇടമാണ്, ബന്ധനമുള്ള ഇടമാണ്, ദുർഗന്ധമുള്ള ഇടമാണ്. അവിടെ നിന്നെ തുടരുവാൻ അനുവദിക്കുന്നതല്ല സുവിശേഷം എന്ന് പറയുന്നത്. അവിടെ നിന്നെ ഇട്ടിട്ട് ഉപേക്ഷിച്ച് പോകുന്നവനല്ല യേശു. നീ ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ കുഴിയിൽ നിന്ന് നിന്നെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. അതാണ് വിടുതൽ എന്ന് പറയുന്നത്. ആമേൻ. തടവറകൾ, വിവിധങ്ങളാകുന്ന തടവറകളുണ്ട്, വിശേഷിപ്പിക്കുന്നില്ല. ഒരൊറ്റ തടവറ ശ്രദ്ധിക്കുകയാണെങ്കിൽ, കല്ലറയ്ക്ക് സമാനമാകുന്ന ഒരു തടവറ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനെ പാപത്തിന്റെ തടവറ എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയും. പാപം എന്ന് പറയുന്നത് ഒരു തടവറയാണ്, ഒരു കല്ലറയാണ്. അതിന്റെ നടുവിൽ ദുർഗന്ധമുണ്ട്, അതിന്റെ നടുവിൽ ഇരുട്ടുണ്ട്, അതിന്റെ നടുവിൽ ബന്ധനമുണ്ട്. ആ ബന്ധനത്തിൽ നിന്നും, ഇരുട്ടിൽ നിന്നും, ദുർഗന്ധത്തിൽ നിന്നും ഒരു ഫിലോസഫിക്ക് നിന്നെ വിടുവിക്കുവാൻ കഴിയത്തില്ല. ഒരു തത്വശാസ്ത്രത്തിന് നിന്നെ വിടുവിക്കുവാൻ കഴിയത്തില്ല. ഒരു പണ്ഡിതനും നിന്നെ വിടുവിക്കുവാൻ കഴിയത്തില്ല. ഒരു ലോകത്തിലെ ഗുരുവിനും നിന്നെ വിടുവിക്കുവാൻ കഴിയത്തില്ല. ലോകത്തിലെ ഒരു സാമൂഹിക സംഘടനയ്ക്കും നിന്നെ വിടുവിക്കുവാൻ കഴിയത്തില്ല. ഒരു മതത്തിനും നിന്നെ വിടുവിക്കുവാൻ കഴിയത്തില്ല. കാരണം അവരാരും പാപത്തിലായിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി പാപയാഗമായി തീർന്നിട്ടില്ല. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യകുലത്തിന്റെ പാപത്തിനു വേണ്ടി പാപയാഗമായി തീർന്നിരിക്കുന്ന ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. അവന്റെ പേര് യേശു എന്നാണ്. അതിനാൽ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഈ ലോകത്തിൽ മറ്റാർക്കും, ഈ പ്രപഞ്ചത്തിൽ മറ്റാർക്കും കഴിയുകയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നിന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശുവിനും മാത്രമേ കഴിയുകയുള്ളൂ. ആമേൻ. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. യേശുവിൻ നാമത്തിൽ ആ പാപത്തിന്റെ തടവറ തകരുവാൻ ഇടവരട്ടെ. ആ ദുർഗന്ധപൂരിതമാകുന്ന അവസ്ഥയിൽ നിന്നും, ഇരുട്ടിൽ നിന്നും, ബന്ധനത്തിൽ നിന്നും നീ പുറത്തു വരിക. നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പ്രാപ്തിയുള്ള വ്യക്തിയാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ലാസറേ പുറത്തു വരിക. ചീഞ്ഞ് നാറി അളിഞ്ഞ് കൊള്ളാതെയായി തീർന്നവൻ ഇതാ ഇറങ്ങി വരികയാണ്. എത്ര സെക്കൻഡ് എടുത്തു അവന്റെ മസിൽസ് വന്ന് വീണ്ടും റീജോയിൻ ചെയ്യുവാൻ, നർവ്സും ഹാർട്ടും ഒക്കെ വീണ്ടും റീക്രിയേറ്റഡ് ആകുവാൻ എത്ര സെക്കൻഡ് എടുത്തു?
അവിടുത്തെ ശബ്ദം, യേശുവിന്റെ വായിൽ നിന്ന് ഒരൊറ്റ ശബ്ദം പുറപ്പെട്ട നിമിഷത്തിൽ തന്നെ അവന്റെ ശരീരം പഴയ രൂപത്തിലായി തീർന്നു എങ്കിൽ, നീ തകർന്നടിഞ്ഞവൻ, കൊള്ളരുതാത്തവൻ, ഒന്നിനും കൊള്ളാത്തവനാകുന്നുവെങ്കിൽ, നിനക്ക് പഴയ ഷേപ്പിനേക്കാൾ ഗ്ലോറിയസ് ഷേപ്പ് തന്ന് നിന്നെ അനുഗ്രഹിക്കുവാൻ പ്രാപ്തിയുള്ളവനാണ് യേശു. യേശു 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 നിന്റെ തകർന്ന കുടുംബത്തെ വീണ്ടും ഗ്ലോറിയസ് ആക്കുവാൻ പ്രാപ്തിയുള്ളവനാണ് യേശു. നിന്റെ തകർന്ന ബിസിനസിനെ വീണ്ടും പുനരുദ്ധരിക്കുവാൻ പ്രാപ്തിയുള്ളവനാണ് യേശു. നിന്റെ ക്ഷയിച്ചു പോയ ആരോഗ്യത്തെ വീണ്ടും പുനരുദ്ധരിക്കുവാൻ പ്രാപ്തിയുള്ളവനാണ് യേശു. പ്രൈസ് ദി ലോർഡ്. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഈ രാത്രിയിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. 2013 നാം ഉയർത്തെഴുന്നേൽപ്പുകൾ അക്ഷരികമായി കാണുവാൻ പോകുകയാണ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് നിങ്ങൾ അക്ഷരികമായി കാണുവാൻ പോകുകയാണ്. അത് നടക്കാൻ പോകുന്നത് വേറെ എങ്ങുമല്ല, ഇന്ത്യയിൽ ഇത് നടക്കുവാൻ പോകുകയാണ്. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നവരെ എനിക്ക് അവരോട് സംസാരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷിക്കുന്ന അരുണാചൽ പ്രദേശിൽ മരിച്ച് ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞ ഒരു സഹോദരി, ആ സഹോദരിക്ക് വേണ്ടി അവിടെയുള്ള ദൈവദാസന്മാർ പ്രാർത്ഥിച്ചതിന്റെ പരിണിത ഫലമായിട്ട് അവൾ ജീവൻ മടങ്ങി വന്ന് അവൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. ആ സഹോദരിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. വിശ്വസിക്കുക, ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശം കേവലം ഒരു തിയോളജിക്കൽ കൺസെപ്റ്റ് അല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഇത് യാഥാർത്ഥ്യമായിട്ട് ഈ രാജ്യത്ത് സംഭവിക്കുവാൻ പോകുകയാണ്. ഓ യെസ്, വിശ്വസിക്കുന്ന ശുശ്രൂഷകന്മാർ ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ അത് സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലാസറിന്റെ കല്ലറ, ഒന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. മറ്റൊരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തു ഒരിക്കൽ നയീൻ പട്ടണത്തിൽ വരുവാനിടയായി. നയീൻ പട്ടണത്തിൽ യേശുക്രിസ്തു വിധവയുടെ മകൻ മരിച്ച ആ പൈതലിനെ, ആ വിധവയുടെ ഏക മകൻ മരിച്ചുപോയി. ആ മരിച്ച പൈതലിനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു വന്നിരിക്കുന്നത് നയീൻ പട്ടണത്തിലാണ്. നയീൻ എന്ന വാക്കിന്റെ അർത്ഥം ബ്യൂട്ടിഫുൾ, മനോഹരമാകുന്ന പട്ടണം. പക്ഷേ ഈ മനോഹരമാകുന്ന പട്ടണത്തിൽ നിന്ന് ഇപ്പോഴെന്താണ് കടന്നു വരുന്നത്? മനോഹരമല്ലാത്തൊരു കാര്യമാണ് പുറത്തോട്ട് വരുന്നത്. പട്ടണവാതിൽക്കൽ വെച്ചാണ് യേശുവും ഈ മൃതശരീരവുമായി വരുന്നവരും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഒരു മൃതശരീരവുമായി ഒരു ഫ്യൂണറൽ പ്രൊസഷൻ പുറത്തേക്ക് വരികയാണ്. യേശുവിന്റെ കൂടെയും ഒരു വളരെ വലിയ പുരുഷാരമുണ്ട്. നിങ്ങൾ ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കൂട്ടത്തിലും വലിയൊരു പുരുഷാരമുണ്ട്. യേശുവിന്റെ കൂടെയും ഒരു വലിയ പുരുഷാരമുണ്ട്. യേശുവിന്റെ കൂടെയുള്ള പുരുഷാരം അവരെന്തായിരിക്കും ചെയ്യുന്നത്? അവർ തുടർച്ചയായിട്ട് യേശുവിന്റെ വചനം കേട്ട് സന്തോഷിച്ച് ആ സന്തോഷത്തിൽ നിന്ന് അവർ ആരാധന ഉയർത്തി ഒരു സെലിബ്രേറ്റിംഗ് മൂഡിലാണ് അവർ വരുന്നത്. അവരിൽ ഒരു ആഘോഷത്തിന്റെ മൂഡുണ്ട്. അങ്ങനെ ആഘോഷിച്ചാണ് അവർ വരുന്നത്. അവർ സൗഖ്യം കണ്ട്, അത്ഭുതം കണ്ട്, അങ്ങനെ ഒരു ആഘോഷത്തിന്റെ മൂഡിലാണ് അവർ വരുന്നത്. എന്നാൽ ഈ കടന്നു വരുന്ന ഫ്യൂണറൽ പ്രൊസഷൻ എന്ന് പറയുന്നത്, അവിടെ എന്തൊക്കെയുണ്ട്? അവിടെ ദുഃഖമുണ്ട്, നെഞ്ചത്തടിയുണ്ട്, എനിയോ നഷ്ടപ്പെട്ടു പോയല്ലോ നിലവിളിയുണ്ട്, ആർക്കും തുടച്ചു മാറ്റാനാവാത്ത കണ്ണുനീരുണ്ട്. അങ്ങനെയാണ് ഈ ഫ്യൂണറൽ പ്രൊസഷൻ വരുന്നത്. രണ്ടു കൂട്ടരെ നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുവിന്റെ കൂടെ നടക്കുന്നവർക്ക് ആഘോഷമുണ്ട്, യേശുവിന്റെ കൂടെ നടക്കുന്നവർക്ക് ആരാധനയുണ്ട്, യേശുവിന്റെ കൂടെ നടക്കുന്നവർക്ക് വചനമുണ്ട്, യേശുവിന്റെ കൂടെ നടക്കുന്നവർക്ക് സൗഖ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മരണത്തിന്റെ കൂടെ നടക്കുന്നവർ, അവരുടെ ജീവിതത്തിൽ നിരാശ, നിലവിളി, കണ്ണുനീര്, പദം പറച്ചിൽ, മുറുമുറുപ്പ്, പിരിമുറുക്കം, പരാതി. നിങ്ങൾ ഏത് കൂട്ടത്തിലാണ്? നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതം നോക്കുക, നിങ്ങളുടെ ഭവനാന്തരീക്ഷം നോക്കുക. വീട്ടിനകത്ത് ആഘോഷമാണോ നടക്കുന്നത്? ആരാധനയാണോ നടക്കുന്നത്? പ്രാർത്ഥനയാണോ നടക്കുന്നത്? അതോ വീട്ടിനകത്ത് പരാതി പറയുന്നു, പദം പറയുന്നു, ഭർത്താവ് ഭാര്യയെ അടിക്കുന്നു, ഭാര്യ നിരാശപ്പെട്ട് മരിക്കാൻ ശ്രമിക്കുന്നു? വീടിനകത്ത് അതാണ് വ്യാപരിക്കുന്നതെങ്കിൽ മരിക്കേണ്ട കാര്യമില്ല, ഇപ്പോൾ തന്നെ മരണം വ്യാപരിക്കുകയാണ്. ആമേൻ. മരണത്തിന്റെ സ്വാധീനം നിന്റെ ഭവനത്തെയും നിന്റെ വ്യക്തിത്വത്തെയും പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇന്നെങ്കിലും നീ ഒരു കൂട്ടുമുട്ടലിന് തയ്യാറാകണം. ആരുമായിട്ട് നീ കൂട്ടിമുട്ടണം? നീ മരണത്തെ തകർക്കുവാൻ പ്രാപ്തിയുള്ള ഒരുവൻ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ, യേശു. യേശുവിൽ നിന്ന് വ്യാപരിക്കുന്ന ജീവനുമായി നീ കൂട്ടിമുട്ടുകയാണെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന മരണബന്ധനങ്ങൾ തകരുവാൻ പോകുകയാണ്. ഈ മരണത്തിന്റെ ഫ്യൂണറൽ പ്രൊസഷൻ, ആ ഫ്യൂണറൽ പ്രൊസഷനുമായി ബന്ധപ്പെട്ട് യഹൂദന്മാരുടെ ഇടയിൽ അവർക്ക് പല ആചാരങ്ങളുണ്ട്. ഒന്ന്, ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ദിവസം തന്നെ ആ ഡെഡ് ബോഡി അടക്കുവാൻ അവർ തയ്യാറാകും. നാളത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുകയില്ല, ഒരു രാത്രി അവർ വെച്ചുകൊണ്ടിരിക്കില്ല. ഇന്ന് രാവിലെയാണ് മരിച്ചെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് മുൻപ് തന്നെ അവർ അടക്കിയിരിക്കും. രണ്ട്, പട്ടണത്തിന്റെ ഉള്ളിൽ, അവരുടെ എല്ലാ പട്ടണങ്ങളുണ്ടല്ലോ, അവർ ഒന്നിച്ചാണല്ലോ പാർക്കുന്നത്,
പട്ടണത്തിന്റെ ഉള്ളിൽ അവർ ഒരിക്കലും ഒരു ഡെഡ് ബോഡി അടക്കുകയില്ല. കാരണം ഒരു ഡെഡ് ബോഡി അശുദ്ധമാകുന്നു. അശുദ്ധമായതിനെയെല്ലാം പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി മാത്രമേ അടക്കുകയുള്ളൂ. 3, ആ ഡെഡ് ബോഡിയുമായിട്ടുള്ള ഫ്യൂണറൽ പ്രൊസഷൻ പോകുന്ന സന്ദർഭത്തിൽ എനിക്ക് ആ ഡെഡ് ബോഡിയുമായിട്ട് ഒരു പരിചയവുമില്ല, അവരുടെ വീട്ടുകാരെയും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ആ ഡെഡ് ബോഡി കണ്ടുപോയെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒരു ഉപാധിയുമില്ല. ഞാൻ ഒരു യഹൂദനാണ്, ഞാൻ കണ്ടുപോയാൽ പിന്നെ ഞാൻ ആ ഡെഡ് ബോഡിയുടെ കൂടെ ഈ ഫ്യൂണറൽ നടക്കുന്ന ബറിയൽ പ്ലേസിൽ പോയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് പോരുവാൻ കഴിയത്തുള്ളൂ. ഒരു കടയുടെ മുന്നിലൂടെയാണ് ഈ ഫ്യൂണറൽ പ്രൊസഷൻ പോകുന്നത് എങ്കിൽ കടക്കാരന് പിന്നെ കട തുറന്നു വയ്ക്കാൻ കഴിയുകയില്ല. അവരുടെ ആചാരമനുസരിച്ച് ഉടൻ തന്നെ കടയടച്ചോണം. ആ കടക്കാരനും ഈ ഫ്യൂണറൽ പ്രൊസഷന്റെ കൂടെ പോകേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വളരെ വിചിത്രമാകുന്ന ഒരു കാര്യമാണ്. യേശുവും കൂട്ടരും ഇവിടേക്ക് വരുന്നു. കടന്നു വരുന്നത്, അവരെ എതിർക്കുന്നത് ആരാണ്? ഫ്യൂണറൽ പ്രൊസഷനാണ്. ഈ ഫ്യൂണറൽ പ്രൊസഷനിൽ ഇവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? യേശുവിന് പട്ടണത്തിന്റെ അകത്തേക്ക് പോകാൻ കഴിയത്തില്ല. യേശു ഈ ഫ്യൂണറൽ പ്രൊസഷനോട് ചേർന്ന് പട്ടണത്തിന്റെ പുറത്തേക്ക് പോകേണ്ടത് ആവശ്യമാണ്. ബറിയൽ നടക്കുന്ന ഇടം വരെ യേശു പോകേണ്ടത് ആവശ്യമാണ്. പക്ഷേ അതിന് യേശുവിനെ കിട്ടത്തില്ല. നിന്റെ പട്ടണത്തിനകത്ത് യേശുവിന് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് മരണം ഇറങ്ങി വന്നാൽ പോലും മരണത്തിന്റെ നടുവിൽ ജീവനെ വെളിപ്പെടുത്തി നിന്റെ പട്ടണത്തിന്റെ ഉള്ളിൽ യേശു പ്രവേശിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്ന ഭവനങ്ങൾ, നിന്റെ ഭവനത്തിനകത്ത് യേശുവിനെ പ്രവേശിപ്പിക്കുകയില്ലെന്ന് ഏത് ദുർഭൂതങ്ങൾ പറഞ്ഞാലും, ഞാൻ പറയട്ടെ, മരണത്തിന്റെ ദുർഭൂതം വെല്ലുവിളി നടത്തിയാലും, യേശുവിൽ നീ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, യേശുവിനെ നീ സ്വാഗതം ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ, ആ മരണത്തിന്റെ ദുർഭൂതത്തെ വരെ തകർത്തതിന് ശേഷമായി നിന്റെ വീടിനകത്ത് യേശു പ്രവേശിക്കാൻ പോകുകയാണ്. വിശ്വാസമുള്ളവർ കരമടിച്ച് പ്രതികരിക്കേ, ആത്മാവിൽ സന്തോഷിക്കേ. ഒരത്ഭുതം ഈ വചനത്തിലൂടെ സംഭവിക്കുകയാണ്. ഈ പട്ടണത്തിന്റെ ഉള്ളിൽ യേശു നിറയട്ടെ. ഈ ദേശത്ത് യേശു വന്ന് നിറയട്ടെ. തടയുന്ന ശക്തികളെ തകർക്കുന്ന ദൈവത്തിന്റെ കരം ഇതിന്റെ നടുവിൽ വെളിപ്പെടുവാൻ ഇടവരട്ടെ. മരണവും ജീവനും തമ്മിൽ കൂട്ടിമുട്ടുകയാണ്. പട്ടണ വാതിൽക്കൽ വെച്ച് കൂട്ടിമുട്ടുന്നു. ആരാണ് ജയിക്കുവാൻ പോകുന്നത്? ഞാൻ വിനയപുരസ്സരം ഓർപ്പിക്കുന്നു, മരണമേ നിന്റെ അവസാനത്തെ ദിവസമാണ്. വെല്ലുവിളിക്കാൻ പ്രാപ്തിയുള്ളവരുണ്ടെങ്കിൽ വെല്ലുവിളിച്ചോണം. രോഗമേ, ഇത് നിന്റെ അവസാനത്തെ ദിവസമാണ്. കടബാധ്യതേ, ഇത് നിന്റെ അവസാനത്തെ ദിവസമാണ്. നിലവിളിയെ, ഇത് നിന്റെ അവസാനത്തെ ദിവസമാണ്. നിരാശയെ, ഇത് നിന്റെ അവസാനത്തെ ദിവസമാണ്. എന്താ കാര്യം? യേശു വന്നിരിക്കുന്നു. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശു വന്നിരിക്കുന്നു. യേശുവിന്റെ കൂടെയുള്ള ജനത്തെ, ആഘോഷം നടത്തുന്ന ജനത്തെ, വചനം കേൾക്കുന്ന ജനത്തെ, ആരാധിക്കുന്ന ജനത്തെ കരച്ചിൽ പാർട്ടിയാക്കുവാൻ നിനക്ക് പ്രാപ്തിയില്ല. കരച്ചിൽ പാർട്ടിയെ ഞങ്ങൾ ആഘോഷ പാർട്ടിയാക്കുവാൻ പോകുകയാണ്. കരയുന്നവന്റെ കണ്ണുനീർ മാറ്റിയതിനു ശേഷം അവനെയും ആരാധിക്കുന്ന കൂട്ടത്തിലാക്കുന്ന ദൈവ പ്രവൃത്തിയാണ് വെളിപ്പെടുവാൻ പോകുന്നത്. സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ വിശ്വാസത്തിലെല്ലാം മദ്യപാനികളാകുന്നു എന്നതിനെ ചൊല്ലി ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നീ കള്ളുകുടിക്കുന്ന ഒരു വ്യക്തിയല്ല ആകാൻ പോകുന്നത്. കള്ളുകുടിക്കുന്ന നിന്റെ ഭർത്താവ് നിന്നെ പോലെ സ്വത്രം പറയുന്ന, ആരാധിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുന്ന ദൈവിക മാർഗമാണ് യേശുവിന്റെ മാർഗം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആ അത്ഭുതം നിങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ സംഭവിക്കുവാനിടവരട്ടെ. ആ പട്ടണവാതിൽക്കൽ വെച്ച് യേശുവിനെ നേരിട്ട മരണമഞ്ചത്തിന്റെ അരികിലേക്കാണ് യേശു കടന്നു ചെന്നത്. ആ മരണമഞ്ചത്തിന്റെ അരികിലേക്ക് കടന്നു ചെന്നതിന് ശേഷമായിട്ട് അവൻ ആ മഞ്ചത്തെ തൊടുവാനിടയായി. അവിടുന്ന് ആ മഞ്ചത്തെ തൊടുവാനിടയായി. മഞ്ചത്തെ തൊട്ടതിന് ശേഷമായിട്ട് അവിടുന്ന് ആ ഡെഡ് ബോഡിയോട്, ആ മൃതശരീരത്തോട് പറഞ്ഞു, ബാല്യക്കാരാ എഴുന്നേൽക്കാം. എനിക്കിവിടെ 1-2 കാര്യങ്ങൾ വിശദീകരിക്കുവാനുണ്ട്. ഒന്നാമത്, ഇവിടെ ഈ വിധവയുടെ കണ്ണുനീർ യേശു കാണുവാനിടയായി. അവൾ വിധവ, അമ്മ കരയുന്നത് യേശു കാണുവാനിടയായി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ യേശുവിന് മനസ്സലിവുണ്ടായി. ഈ വിധവ എന്ന് പറയുന്നത് ലോകവ്യാപകമായി തകർച്ചകളുടെ മുൻപിൽ നിലവിളിക്കുന്ന ജനസമൂഹത്തിന്റെ ഒരു ഉദാഹരണമാണ്. നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്ന തകർച്ചയുടെ മുൻപിൽ നിങ്ങൾ നിലവിളിക്കുകയും നിങ്ങളിൽ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കടന്ന് യേശു പോകുകയില്ല, ഒരിക്കലും പോകത്തില്ല. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്. നിന്നെ ഈ ലോകക്കാർക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിൽ പോലും നിന്റെ കണ്ണുനീരിന്റെ വില യേശുവിന് മനസ്സിലാകും. നിന്നെ കടന്ന് യേശു പോകുകയില്ല. ഇവൾ ഇവിടെ കരയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവൾ വളരെ യൗവനത്തിൽ തന്നെ വിധവയായി തീർന്നു. ഇവൾക്ക് ഈ വൈവിധ്യത്തെ, ഈ യഹൂദന്മാരുടെ ഇടയിലുള്ള വിധവമാർ അനുഭവിക്കുന്ന തിരസ്കരണം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുവാൻ വയ്യാത്ത തിരസ്കരണമാണ്. പക്ഷേ ആ തിരസ്കരണത്തിന്റെ നടുവിലും ഇവളെ പിടിച്ചു നിർത്തിയതെന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയായിരുന്നു. ഈ കുഞ്ഞിനെ, ആ കുഞ്ഞ് ബേബി ചൈൽഡ്, ആ ബേബി ബോയെ അവൾ കയ്യിലെടുക്കുമ്പോൾ അവൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞ് വളർന്നു വലുതാകാൻ പോകുകയാണ്. ഇവൻ വളർന്നു വലുതാകുമ്പോൾ, നെഞ്ചു വിരിച്ച് ഒരു പുരുഷനായി തീരുമ്പോൾ എന്റെ നിന്ന മാറുന്നൊരു സമയമുണ്ട്.
അവൻ പുരുഷനായി തീരുമ്പോൾ ആ പുരുഷന്റെ പിന്നിൽ നിന്ന് സമൂഹത്തിൽ ഞാൻ മാന്യയായി തീരുവാൻ പോകുകയാണ്. ആ പ്രതീക്ഷയിലാണ് ഇവൾ ഈ മകനെ വളർത്തിയത്. പക്ഷെ ഇപ്പോൾ ആ പെട്ടിക്കകത്ത് കിടക്കുന്നത് ആരാണെന്നറിയാമോ? വിധവയുടെ പ്രതീക്ഷയാണ്. നിന്റെ പ്രതീക്ഷ ഏതെങ്കിലും പെട്ടിക്കകത്ത് കിടക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. Praise the Lord. നിന്റെ ഭാവിയുടെ പ്രതീക്ഷ ഒരു പെട്ടിക്കകത്താണോ? ആമേൻ. നിന്റെ ആരോഗ്യത്തിന്റെ പ്രതീക്ഷ ഒരു പെട്ടിക്കകത്താകുന്നുവോ? നിന്റെ ഭൗതികത്തിന്റെ പ്രതീക്ഷകൾ ഒരു പെട്ടിക്കകത്താകുന്നുവോ? പെട്ടിക്കകത്താകുന്നുവെങ്കിൽ നിന്റെ കണ്ണ് നനഞ്ഞ് ആ കണ്ണുനീർ ഒഴുകുകയാണെങ്കിൽ യേശു കടന്നു വന്നിരിക്കുന്നത് ആ പെട്ടി മൂടുവാൻ വേണ്ടിയല്ല, പെട്ടിയിൽ കിടക്കുന്ന നിന്റെ പ്രതീക്ഷയെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ വേണ്ടിയാണ്. ചില ഉയർത്തെഴുന്നേൽപ്പുകൾ ഇപ്പോൾ തന്നെ ഇവിടെ സംഭവിക്കുവാൻ ഇടവരട്ടെ. തകർന്നുപോയ ബിസിനസ്സുകൾ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടവരട്ടെ. തകർന്നുപോയ ആരോഗ്യം ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടവരട്ടെ. തകർന്നുപോയ കുടുംബ ബന്ധങ്ങൾ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടവരട്ടെ. ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കുകയില്ല എന്ന് പറയുന്നത് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ വചനത്തിന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേൽക്കട്ടെ. Praise the Lord. എനിക്ക് ഈ ബാലകനോടും ഒരു ചോദ്യം ചോദിക്കുവാനുണ്ട്. ഇതൊരു വിഡ്ഢി ചോദ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുവാൻ സാധ്യതയുണ്ട്. എങ്കിലും അതിനകത്ത് ചില ആശയങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എടാ കുഞ്ഞെ, നീ സമയത്തിനു മുമ്പ് എന്തിനാടാ മരിച്ചത്? നീ ആരാണെന്നറിയാമോ? നിന്റെ മേലുള്ള വിളി എന്ന് പറയുന്നത് എത്ര പേരുടെ കണ്ണുനീർ തുടക്കേണ്ടവനാണ് നീ. Praise the Lord. ഇതിന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന ചിലരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്തതാണ്, നിങ്ങളെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നതാണ്. എന്നാൽ വേഗത്തിൽ നിങ്ങൾ പിന്മാറിപ്പോയില്ലേ? പഴയ മദ്യപാനത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോയില്ലേ? നിങ്ങളോടാണ് ചോദിക്കുന്നത്, സമയത്തിനു മുൻപ് നിന്നോട് മരിക്കാൻ ആര് പറഞ്ഞു? ആമേൻ. Praise the Lord. സമയത്തിനു മുൻപ് നീ പെട്ടിക്കകത്ത് കയറേണ്ടവനല്ല. സമയത്തിനു മുൻപ് നീ പിന്മാറ്റത്തിൽ പോകേണ്ടവനല്ല. സമയത്തിനു മുൻപ് നീ പിന്നെയും പോയി മദ്യപിക്കേണ്ടവനല്ല. നീ ആരാണെന്ന് തിരിച്ചറിയുക. എത്ര വ്യക്തികളുടെ കണ്ണുനീർ തുടക്കേണ്ടവനാണ്, എത്ര വേദികളിൽ അനേകർക്ക് ആശ്വാസമായി തീരേണ്ടവനാണ്, എത്ര പേരെ ആശ്വസിപ്പിക്കുവാനുള്ള വചനം പ്രവചിക്കേണ്ടവനാണ്. അത്തരത്തിൽ വിളിയുള്ള ചിലതിന്റെ നടുവിലുണ്ട്. ഈ രാത്രിയിൽ നിന്റെ മേൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കുവാൻ പോകുകയാണ്. സമയത്തിനു മുൻപ് നീ പെട്ടിക്കകത്ത് കയറിയാൽ നിന്നെ ആ പെട്ടിക്കകത്ത് തുടരുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. അവിടെ വന്ന് നിന്നെ എഴുന്നേൽപ്പിക്കും. നിന്റെ വിളി വിട്ട് നിനക്ക് ഓടിപ്പോകുവാൻ കഴിയില്ല. തിരിച്ചറിയുന്നവർ, വിശ്വാസമുള്ളവർ, പ്രതികരിക്കുവാൻ പ്രാപ്തിയുള്ള കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രതികരിക്ക്. നിന്റെ മേലൊരു വിളിയുണ്ട്. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ മേൽ ഒരു ദൗത്യമുണ്ട്. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. അതിൽ നിന്നെ എത്തിക്കാതിരിക്കുവാൻ വേണ്ടി ദുഷ്ടൻ നടത്തുന്ന തട്ടിപ്പുകൾ, ദുഷ്ടൻ നടത്തുന്ന പ്രേരണകളും പരീക്ഷകളും ഇന്ന് രാത്രി അത് തകരട്ടെ. അത് ഏത് പരീക്ഷണങ്ങളാണെങ്കിലും, ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങളാണെങ്കിലും അതിനെ തകർക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. അഗ്നി പോലെ ഇറങ്ങട്ടെ, 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 അഗ്നി പോലെ ഇറങ്ങട്ടെ. ആ ബന്ധനങ്ങൾ കത്തിപ്പോകുമ്പോൾ നിനക്ക് നിന്റെ ദൗത്യത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയും. നിന്റെ വിളിയിലേക്ക് നിനക്ക് മടങ്ങി വരുവാൻ കഴിയും. നിന്റെ സന്ദേശത്തിലേക്ക് നിനക്ക് മടങ്ങി വരുവാൻ കഴിയും. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വഴികളിലേക്ക് നിനക്ക് മടങ്ങി വരുവാൻ കഴിയും. നിന്നെ മടക്കി വരുത്തുകയില്ല. ഒരു പെട്ടിക്കകത്ത് നിന്നെ ഒതുക്കുമെന്ന് വെല്ലുവിളി നടത്തുന്ന ദുഷ്ടനെ തകർക്കുവാൻ വേണ്ടിയാണ് നീ ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നത്. നീ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മരിച്ച വ്യക്തിയാണ് നീ എങ്കിൽ ഈ ശബ്ദം കേട്ടാൽ മതി. ഉയർത്തെഴുന്നേൽപ്പ് നടക്കാൻ പോകുകയാണ്. ഓ, നിന്റെ ശുശ്രൂഷകൾ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടവരട്ടെ. നിന്റെ പ്രാർത്ഥനാ ജീവിതം ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടവരട്ടെ. നിന്റെ ആരാധന ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടവരട്ടെ. ഓ, നിന്റെ സൗഖ്യ ശുശ്രൂഷ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടവരട്ടെ. ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. സമയത്തിനു മുന്നമേ നിന്നെ തകർക്കുവാൻ വേണ്ടി വെല്ലുവിളി നടത്തുന്ന ശക്തികൾ, നിന്നെ പെട്ടിക്കകത്ത് കയറ്റുവാൻ വേണ്ടി വെല്ലുവിളി നടത്തുന്ന ശക്തികൾ, അതിന് വിധേയപ്പെടുവാനുള്ള വ്യക്തിയല്ല നീ. അവിടുന്ന് നീ ചാടി എഴുന്നേൽക്കേണ്ട വ്യക്തിയാണ്. ആമേൻ. യേശു അവിടെ ചെയ്യുന്ന അത്ഭുതത്തിൽ സംഭവിക്കുന്ന വിവിധങ്ങളാകുന്ന സംഗതികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. വിവിധങ്ങളാകുന്ന കാര്യങ്ങൾ. തന്റെ പ്രവേശനത്തെ, പട്ടണത്തിനുള്ളിലേക്കുള്ള തന്റെ പ്രവേശനത്തെ തടഞ്ഞ ശക്തിയെ യേശു തകർക്കുന്നത്. വിധവയുടെ കണ്ണിനെ കണ്ണുനീർ കൊണ്ട് നിറച്ച ശക്തിയാ യേശു തകർക്കുന്നത്. വിളിയും ദൗത്യവും അതിൽ നിന്ന് അവനെ അവിടെ എത്തിക്കാതെ ആ ബാല്യക്കാരനെ തകർത്ത ശക്തിയാണ് യേശു അവിടെ തകർക്കുന്നത്. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്. വിവിധങ്ങളാകുന്ന അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുകയാണ്. യേശു നിന്റെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ നീ മാത്രമല്ല വിടുവിക്കപ്പെടുവാൻ പോകുന്നത്, നിന്റെ പട്ടണത്തിൽ ആ വിടുതലിന്റെ ചലനങ്ങൾ വെളിപ്പെടുവാൻ പോകുകയാണ്.
ആമേൻ. ഈ കൺവെൻഷൻ ഇവിടെ നടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ആത്മമണ്ഡലത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുകയാണ്. ഇവിടെ മാത്രമല്ല, മുറികൾക്കുള്ളിലായിരിക്കുന്ന ചിലരുടെ മേലുള്ള അവർ പോലും കാണാത്ത ബന്ധനങ്ങൾ, ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാൻ പോകുന്നു. അവരുടെ പുരോഗതിക്ക് വിരുദ്ധമായി ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അവരുടെ കൈകളിൽ നിന്ന് അഴിഞ്ഞു വീഴുവാൻ പോകുകയാണ്, പൊട്ടിപ്പോകുവാൻ പോകുകയാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി അവരുടെ മേലും വ്യാപരിക്കട്ടെ. ഒരാഘോഷത്തിന്റെ രാത്രിയായി ഈ രാത്രിയെ നിങ്ങൾ തീർക്കുക. ഇനിയും പദം പറയേണ്ട കാര്യമില്ല, നിരാശയിൽ തുടരേണ്ട കാര്യമില്ല, നിങ്ങൾ ആ പെട്ടിയിൽ കിടക്കേണ്ട കാര്യമില്ല. യേശുവിനോട് ചേർന്ന് നിങ്ങൾക്ക് ആഘോഷിക്കുവാൻ കഴിയും. ഒരത്ഭുതം സംഭവിക്കുവാൻ പോകുകയാണ്. ബാലകൻ ഉയർത്തെഴുന്നേറ്റതുപോലെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുവാൻ പോകുന്നു. അവിടെ ആ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. യേശുവിന്റെ കൂടെയുള്ളവർ ആ ഘോഷത്തിമിർപ്പിലായിരുന്നു. അതോട് ചേർന്ന് തന്നെ ഈ ഫ്യൂണറൽ പ്രൊസഷന്റെ കൂടെ വന്നവർ ഒരുമിച്ച് ആരാധിക്കുവാൻ തുടങ്ങി. അവർ ഒരുമിച്ച് പട്ടണത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എങ്കിൽ ഇന്ന് യേശുവിൻ നാമത്തിൽ തടസ്സങ്ങളുടെ മുൻപിൽ പതറി നിൽക്കുന്ന ചിലർക്ക് വേണ്ടി കർത്താവ് ഒരു അത്ഭുതം ചെയ്യുകയാണ്. നിങ്ങളിൽ വ്യാപരിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻസ് മാറുവാൻ പോകുകയാണ്. നിങ്ങൾ തെക്കോട്ട് യാത്ര ചെയ്തവരായിരുന്നു, നിങ്ങൾ ബറിയൽ പ്ലേസിലേക്ക് യാത്ര ചെയ്തവരായിരുന്നു. എന്നാൽ കർത്താവ് നിന്റെ ദിശയെ മാറ്റുവാൻ പോകുകയാണ്. നിന്നെ ജീവനിലേക്ക് കർത്താവ് തിരിച്ചുവിടുവാൻ പോകുകയാണ്. നിന്നെ ആരാധനയിലേക്ക് കർത്താവ് തിരിച്ചുവിടുവാൻ പോകുകയാണ്. നീ പാപത്തിലേക്ക് യാത്ര ചെയ്തവനായിരുന്നു, നിന്റെ ദിശയെ കർത്താവ് തിരിച്ചുവിടുവാൻ പോകുകയാണ്. നിന്നെ നീതിയിലേക്ക് കർത്താവ് തിരിച്ചുവിടുവാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ! വിശ്വാസമുള്ളവർ, പ്രതികരിക്കുവാൻ പ്രാപ്തിയുള്ളവർ കരങ്ങളടിച്ച് അല്പസമയം കർത്താവിനെ സ്തുതിക്കുക. കോടതികളും കേസുകളുമായിട്ട് നിന്റെ ജീവിതം അങ്ങനെ അവസാനിപ്പിക്കുവാൻ വേണ്ടി ദുഷ്ടൻ ഓരോ കാര്യങ്ങളെ ചൊല്ലി നിന്നെ കോടതികളിൽ കയറ്റുമ്പോൾ ആരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്? ആ കോടതികളിൽ ചിലവഴിക്കേണ്ടതല്ല നിന്റെ പണവും നിന്റെ ആരോഗ്യവും നിന്റെ കഴിവും എന്ന് പറയുന്നത്. വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയുകയാണെങ്കിൽ, നഷ്ടം സഹിക്കുവാൻ തയ്യാറാകുകയാണ് എങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുവാൻ പോകുകയാണ്. ആമേൻ. കേസിനും കോടതിക്കും വേണ്ടിയുള്ളതല്ല നിന്റെ ജീവിതം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെ യേശു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രം കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച യേശു ക്രിസ്തു, നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ച യേശു ക്രിസ്തു. മൂന്നാമത്തെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് അത് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ്, മറ്റാരുടെയും ഉയർത്തെഴുന്നേൽപ്പല്ല. യേശു തന്നെ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. അവിടുന്ന് മറ്റുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവിടുന്ന് തന്നെ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. തന്റെ ആമേൻ പാപപരിഹാര യാഗത്തെക്കുറിച്ച് ഞാൻ പരാമർശിച്ചുവല്ലോ. യേശു ഭൂമിയിലേക്ക് വന്നത് മാനവജാതിക്ക് വേണ്ടി പാപപരിഹാര യാഗമായി തീരുവാൻ വേണ്ടിയാണ്. ആ പാപപരിഹാര യാഗം, ആ യാഗമായി തീർന്ന കർത്താവ് ആ യാഗത്തോടുകൂടെ കർത്താവിന്റെ ചരിത്രം അവസാനിച്ചില്ല. മൂന്നാം ദിവസം യേശു കല്ലറകളെ തകർത്ത് ഉയർത്തെഴുന്നേറ്റു. Praise the Lord. Hallelujah. ഇനിയുള്ള ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ആകമാനം മാറാൻ പോകുകയാണ്. യേശു ഉയർത്തെഴുന്നേൽക്കുന്നു. മൂന്നാം ദിവസമാണ് യേശു ഉയർത്തെഴുന്നേൽക്കുന്നത്. യേശു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ആ ക്രൂശിന ഗോൽഗത്തയ്ക്ക് അടുത്തുള്ള ഒരു കല്ലറയിൽ, മറ്റൊരു മൃതശരീരവും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത ഒരു കല്ലറയിൽ, അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ യേശുവിന്റെ ശരീരം വെക്കുവാനിടയായി. ആ കല്ലറ അവർ ഭദ്രമായി അടച്ചു. റോമൻ ഇംപീരിയൽ മുദ്ര ആ കല്ലറയുടെ മുകളിൽ പതിപ്പിക്കുവാനിടയായി. പട്ടാളക്കാർ, റോമൻ പടയാളികൾ അതിന് കാവൽ നിൽക്കുവാനിടയായി. എന്നാൽ ഇവരെല്ലാം എന്തൊക്കെ ചെയ്തിട്ടും യേശുവിനെ കല്ലറയ്ക്കുള്ളിൽ ആർക്കും ഒതുക്കുവാൻ കഴിഞ്ഞില്ല. അവിടുത്തെ ശരീരം ആ കല്ലറയ്ക്കുള്ളിൽ ആയിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ യേശു സജീവമാണ്. യേശു പാതാളത്തിൽ പോയി, പാതാളത്തിലായിരിക്കുന്ന വിശുദ്ധന്മാരെ പർദീസയിലേക്ക്, ആ പർദീസായോടുകൂടെ തന്നെ ആ വിശുദ്ധന്മാരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൗത്യത്തിലാണ് യേശു അപ്പോൾ ആയിരിക്കുന്നത്. യേശുവിനെ കല്ലറകൾ കൊതുക്കുവാൻ കഴിയുകയില്ല, യേശുവിനെ ചങ്ങലകൾ കൊതുക്കുവാൻ കഴിയുകയില്ല, അടയ്ക്കപ്പെട്ട ഒരു വാതിലിനും യേശുവിനെ ഒതുക്കുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ സംശയ വിചാരങ്ങൾക്കോ നിങ്ങളുടെ തത്വസംഹിതകൾക്കോ യേശുവിനെ ഒതുക്കുവാൻ കഴിയുകയില്ല. ആരെല്ലാം എതിർത്താലും യേശു ഉയർത്തെഴുന്നേൽക്കും. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റവനാകുന്നു. ആ കല്ലറകളെ തകർത്ത് യേശു ഉയർത്തെഴുന്നേറ്റ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് യേശു പുറത്തു നിന്ന് ലാസറേ പുറത്തു വരിക എന്നുറക്കെ വിളിച്ചു.
നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെ യേശു ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അവന്റെ മഞ്ചത്തിൽ തൊട്ടതിന് ശേഷം ബാല്യക്കാരാ എഴുന്നേൽക്കുക എന്ന് യേശു പറയുവാനിടയായി. എന്നാൽ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ആരും നിലവിളിക്കേണ്ട കാര്യമില്ല. ഒരു പാസ്റ്ററും ഒരു അച്ഛനും പുറത്തു വന്ന് യേശു പുറത്തു വരട്ടെ എന്ന് പറയേണ്ട കാര്യമില്ല. ആരും ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ആരും കൺവെൻഷൻ നടത്തേണ്ട കാര്യമില്ല. കാരണം അവിടുന്ന് തന്നെ ഉയർത്തെഴുന്നേൽപ്പാണ്. അവിടുന്ന് തന്നെ പുനരുത്ഥാനമാണ്. ഇന്ന് രാത്രിയിൽ നിന്നെ സഹായിക്കുവാൻ യേശു വരുമ്പോൾ ഈ നാട്ടുകാരുടെ ആരുടെയും ഒത്താശ യേശുവിന് ആവശ്യമില്ല. ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രധാനിയുടെ ഒത്താശ യേശുവിന് ആവശ്യമില്ല. അവിടുന്ന് നേരിട്ട് നിന്നെ വിടുവിക്കുവാൻ പോകുകയാണ്. ആരുടെയും സഹായം കൂടാതെ തന്നെ അവിടുത്തേക്ക് നിന്നെ സഹായിക്കുവാനും വിടുവിക്കുവാനും പ്രാപ്തിയുണ്ട്. കല്ലറകളെ വിട്ട യേശുവിന് പുറത്തു വരുവാൻ നാട്ടുകാരുടെയോ ദേശക്കാരുടെയോ രാജ്യക്കാരുടെയോ നേതാക്കന്മാരുടെയോ പ്രമുഖന്മാരുടെയോ ഗുരുക്കന്മാരുടെയോ പ്രവാചകന്മാരുടെയോ സഹായം ആവശ്യമായിരുന്നില്ല. കാരണം അവിടുന്ന് തന്നെ ഉയർത്തെഴുന്നേൽപ്പാണ്, പുനരുത്ഥാനമാണ്. അവിടുന്ന് സ്വയം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് വഹിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി, ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയിലാണ് കല്ലറകളെ തകർത്ത് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റത്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രിയിൽ ആ ഉയർത്തെഴുന്നേറ്റ യേശു ഇവിടെ ഇരിക്കുന്ന ദൈവ മക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ യേശു ഇപ്പോൾ എവിടെയാണെന്നറിയാമോ? ആ യേശു അങ്ങ് സ്വർഗത്തിലല്ല. നീ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലാകുന്നുവെങ്കിൽ ആ ഉയർത്തെഴുന്നേറ്റ യേശു നിന്റെ ഉള്ളിൽ വസിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വിശ്വാസമുള്ളവർ ദൈവത്തെ സ്തുതിക്ക്, വാതുറന്ന് ദൈവത്തെ സ്തുതിക്ക്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇപ്പോൾ നിന്റെ ഉള്ളിൽ വസിക്കുകയാണ്. നിങ്ങൾ മറന്നു പോകാതിരിക്കുവാൻ വേണ്ടി ക്ഷമിക്കണം, ഞാൻ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നത്. നിങ്ങൾ ദയവായി ക്ഷമിക്കണം, നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവിടുന്ന് കല്ലറയിലായിരുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ആ അവസ്ഥയിൽ നിന്ന്, അവിടുന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി ആരുടെയും സഹായം ആവശ്യമില്ല. അവിടുന്ന് ആ കല്ലറകളെ തകർത്ത് സ്വയം പുറത്തു വരുവാനിടയായി, താൻ തന്നെ പുറത്തു വരുവാനിടയായി. ആ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞതിന് ശേഷം യേശു താഴോട്ടല്ല പോയത്, മുകളിലോട്ടാ പോയത്. അന്നു മുതൽ കർത്താവിന്റെ യാത്ര, അവിടെ മുതൽ ആ കർത്താവിന്റെ തുടർമാനമുള്ള യാത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞപ്പോൾ കർത്താവ് യാത്ര ചെയ്യുന്നത് എവിടേക്കാണ്? ഒലിവ് മലയുടെ മുകളിൽ നിന്ന് ആ ശിഷ്യന്മാർ നോക്കി നിൽക്കുന്നതിന്റെ ഇടയിൽ താൻ ഉയരത്തിലേക്ക് കയറിപ്പോയെങ്കിൽ ആ കർത്താവ് നിന്റെ ഉള്ളിൽ വസിക്കുകയാണ്. പ്രതികരിക്കാൻ കൃപയുള്ളവർ പ്രതികരിച്ചു. ഈ മർമ്മം നീ മനസ്സിലാക്കി അതിന്റെ ജീവിതം മാറാൻ പോകുകയാണ്. യേശു ഇല്ലാത്തവർ യേശുവിനെ സ്വീകരിക്കണം. ഈ അത്ഭുതം നിങ്ങളിലും സംഭവിക്കുവാനിടവരും. ഉയർത്തെഴുന്നേറ്റവനാകുന്ന കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കുവാനിടവരും. യേശുവിൽ വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, യേശുവിനെ തേടി നിങ്ങൾ എങ്ങും പോകേണ്ട കാര്യമില്ല. യേശുവിനെ തേടി നിങ്ങൾ ഹൈദരാബാദിലോ ഡൽഹിയിലോ യെരുശലേമിലോ ന്യൂയോർക്കിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. നീ ഇരിക്കുന്ന ഇടത്ത് യേശു അങ്ങോട്ട് വരുവാനിടവരും. യേശുവിനെ തേടി ഒരു വീട്ടിൽ പോകേണ്ട, ഒരു കെട്ടിടത്തിൽ പോകേണ്ട, ഒരു പ്രത്യേക ഇടത്ത് പോകേണ്ട കാര്യമില്ല. നിന്റെ ഉള്ളിൽ വന്നു വസിക്കുവാൻ യേശു വിശ്വസ്തനാണ്. വാസം ചെയ്യുന്ന യേശുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. യേശു നിന്റെ ഉള്ളിൽ വന്നു വസിക്കുന്നതിനാൽ വസിക്കുന്ന യേശു സാധാരണ യേശുവല്ല, ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. അവിടുന്ന് സാധാരണനാകുന്ന യേശുവാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ഉയർത്തെഴുന്നേറ്റ യേശു നിന്റെ ഉള്ളിൽ വസിക്കുന്നതിനാൽ, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനൊരു വലിയ കാതലായ മാറ്റം സംഭവിക്കേണ്ടത് ആവശ്യമാണ്. മുൻപിൽ വരുന്ന പ്രതിസന്ധികളെ കണ്ട് നാട്ടിലുള്ള പാസ്റ്റേഴ്സിനെയോ അച്ഛന്മാരെയോ ഒന്നും വിളിക്കേണ്ട അവസ്ഥ നിനക്കില്ല. നിന്റെ ഉള്ളിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഉണ്ടെങ്കിൽ നിനക്കു തന്നെ അതിനെ കീഴ്പ്പെടുത്തി പുറത്തു വരുവാൻ കഴിയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കല്ലറകളെ പൊളിച്ചു പുറത്തു വരിക, കല്ലറകളെ പൊളിച്ചു പുറത്തു വരിക. നിനക്ക് ചുറ്റും ദുഷ്ടൻ കല്ലറകൾ കെട്ടുകയാണെങ്കിൽ, മന്ത്രവാദ കല്ലറകൾ കെട്ടുകയാണെങ്കിൽ, രോഗ കല്ലറകൾ കെട്ടുകയാണെങ്കിൽ, കടഭാര കല്ലറകൾ കെട്ടുകയാണെങ്കിൽ, തകർച്ചയുടെ കല്ലറകൾ കെട്ടുകയാണെങ്കിൽ, നിരാശയുടെ കല്ലറകൾ കെട്ടുകയാണെങ്കിൽ, ആ കല്ലറകളെ പൊളിക്കുവാൻ ഒരു പ്രവാചകനും ഒരു ഉപദേഷ്ടാവും നിന്റെ അരികിലില്ലെങ്കിൽ നിന്നിൽ വ്യാപരിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി മതി ആ കല്ലറകളെ തകർത്ത് നീ പുറത്തു വരുവാനിടവരും.
യേശുവിൻ നാമത്തിൽ ആ അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ആ കല്ലറകളെ തകർത്ത് നീ പുറത്തു വരിക, ആ കല്ലറകളെ തകർത്ത് നീ പുറത്തു വരിക, ആ പരാജയത്തെ തകർത്ത് നീ പുറത്തു വരിക, ആ മരണത്തെ തകർത്ത് നീ പുറത്തു വരിക, ആ പാപബന്ധനത്തെ തകർത്ത് നീ പുറത്തു വരിക, ആ രോഗബന്ധനത്തെ തകർത്ത് നീ പുറത്തു വരിക, കല്ലറകളെ തകർത്ത് നീ പുറത്തു വരിക. കല്ലറകളിൽ നീ തുടരേണ്ട കാര്യമില്ല. യേശുവിന്റെ കല്ലറയുടെ മുൻപിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിന്റെ മുൻപിലും എഴുതി വെക്കേണ്ടത് ആവശ്യമാണ്. നാട്ടുകാർ നിന്നെ പിടിച്ച്, പിശാചുക്കൾ നിന്നെ പിടിച്ച് കല്ലറയ്ക്കകത്തിട്ടു എങ്കിൽ, ദുഷ്ടൻ നിന്നെ പിടിച്ച് കല്ലറയ്ക്കകത്തിട്ടു എങ്കിൽ, ദുഷ്ട സംഘങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്റെ ശരീരത്തെ കല്ലറയ്ക്കകത്ത് പിടിച്ചിട്ടു എങ്കിൽ, അവിടെ നിന്റെ മുൻപിലും ഒരു ബോർഡ്, നിന്റെ കല്ലറയുടെ മുൻപിലും ഒരു ബോർഡ് ഉയരേണ്ടത് ആവശ്യമാണ്. നീ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, വിജയൻ ഇവിടെ ഇല്ല, നിന്റെ പേര് പറഞ്ഞു ലക്ഷ്മി അവിടെ ഇല്ല, ആമേൻ, ആമേൻ, മാത്യു അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് നിനക്കും ഒരു ബോർഡ് തൂക്കുവാൻ കഴിയും. നീ തകർച്ചയല്ല പ്രാപിക്കുവാൻ പോകുന്നത്, കാരണം ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാണ് നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. കല്ലറകളെ തകർത്തു പുറത്തു വരിക, കല്ലറകളെ തകർത്തു നീ പുറത്തു വരികയാണെങ്കിൽ നിന്റെ യാത്ര കീഴോട്ടല്ല, താഴോട്ടല്ല, ഉയർച്ച പ്രാപിക്കാൻ പോകുകയാണ്. അടുത്ത ഉയരം പ്രാപിക്കുവാൻ പോകുകയാണ്, അടുത്ത ഉയരം പ്രാപിക്കുവാൻ പോകുകയാണ്, അടുത്ത ഉയരം പ്രാപിക്കുവാൻ പോകുകയാണ്, അടുത്ത ഉയരം പ്രാപിക്കുവാൻ പോകുകയാണ്, അടുത്ത ഉയരം പ്രാപിക്കുകയാണ്, അടുത്ത ഉയരം പ്രാപിക്കുവാൻ പോകുകയാണ്. വിശ്വാസത്തിൽ മുന്നേറുന്ന ആരെയെങ്കിലും കണ്ട് അസൂയപ്പെടേണ്ട കാര്യമില്ല. അവരിൽ വ്യാപരിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയുടെ അടയാളമാണത്. അവർ താഴോട്ടല്ല പോകുന്നത്, അവർ മുകളിലോട്ടാണ് പോകുവാൻ പോകുന്നത്. ഇന്ന് രാത്രിയിൽ കർത്താവ് വരികയാണ് എങ്കിൽ കാഹളം മുഴങ്ങുമ്പോൾ വിശ്വസിക്കുന്നു, നീ താഴോട്ടല്ല പോകാൻ പോകുന്നത്. നൊടി നേരം കൊണ്ട് നിന്റെ ശരീരത്തിന് മാറ്റമുണ്ടായിട്ട് നീ കർത്താവിനോടുകൂടെ ഉയരത്തിലേക്ക് എടുക്കപ്പെടുമെങ്കിൽ, ഇത് ഉയർത്തെഴുന്നേൽപ്പിന്റെ മാർഗമാണ്, ഇത് ഉയർച്ചയുടെ മാർഗമാണ്. ഓ യെസ്, ഇത് പുനരുത്ഥാനത്തിന്റെ മാർഗമാണ്. ആ ഉയർത്തെഴുന്നേൽപ്പ് നിന്നിൽ വ്യാപരിക്കുവാൻ ഇടവരട്ടെ.